ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് എന്ന പേപ്പറിലെ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പാർട്ട് 1 പാർട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 21. The following information relating to a company are given. Current liabilities 1 lakh, current ratio 2.5:1, liquid ratio 1.25:1. Calculate current asset, then second one liquid asset, working capital, stock. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നത് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1 lakh ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, എത്രയാണ്? 2.5:1 ആണ്. ദെൻ ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട് 1.25:1 ആണ്. ദെൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഒന്നാമത്തത് കറണ്ട് അസറ്റ് ആണ് കാണേണ്ടത്, രണ്ടാമത്തത് കാണേണ്ടത് ലിക്വിഡ് അസറ്റ് ആണ്. ദെൻ തേർഡ് വൺ കാണേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. മൂന്നാമത്തെ കാണേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ദെൻ നാലാമത്തെ കാണേണ്ടത് സ്റ്റോക്ക് ആണ്. ഇനി 4 ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏതാണ് കണ്ടെത്തേണ്ടത്? ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടെത്തേണ്ടത് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ് കണ്ടെത്താൻ കറണ്ട് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും റേഷ്യോ ഉണ്ടോ നോക്കുക. അവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഏത് റേഷ്യോ ഉണ്ട്? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ടല്ലോ, 2.5:1 ആണ് കറണ്ട് റേഷ്യോ. ഹിയർ 2.5 റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. ദെൻ 1 റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിനെയാണ്? കറണ്ട് ലാബിലിറ്റി ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റേഷ്യോയിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ എന്ന് നോക്കുക. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഓൾറെഡി കറണ്ട് ലാബിലിറ്റീസിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ കറണ്ട് ലാബിലിറ്റീസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് അസറ്റ് നിങ്ങൾ കണ്ടെത്താനായിട്ട് എത്രയാണോ കറണ്ട് ലാബിലിറ്റിയുടെ വാല്യൂ വരുന്നത് 1 lakh ആണ്, ഇൻറ്റു കറണ്ട് റേഷ്യോ ആണ്, കറണ്ട് അസറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ കറണ്ട് അസറ്റിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ് ഈ റേഷ്യോയിൽ എന്ന് നോക്കുന്നു. ഇവിടെ എത്രയാണ്? 2.5 ആണ്. ഓക്കെ അല്ലേ? ദെൻ ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ട് ഏതാണോ ആ ഒരു എമൗണ്ടിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ് റേഷ്യോയിൽ നോക്കുക. ഇവിടെ 1 lakh എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റി ആണ്. ആ കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ 1 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2,50,000 എന്ന് കറണ്ട് അസറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് അസറ്റ് ഇവിടെ നമുക്ക് ആൻസറിൽ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടെത്തേണ്ടത് എന്താണ്? ലിക്വിഡ് അസറ്റ് ആണ് രണ്ടാമതായിട്ട് കണ്ടെത്തേണ്ടത്. ഇനി ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് അസറ്റ് മീൻസ് കറണ്ട് അസറ്റ് മൈനസ് എന്താണ്? സ്റ്റോക്ക് ആണ്. കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്ക് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സ്റ്റോക്ക് നമുക്കറിയില്ല, അപ്പോൾ സ്റ്റോക്കും കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, ഈ ലിക്വിഡ് അസറ്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ തന്നിട്ടുണ്ടല്ലോ, ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ കറണ്ട് ലാബിലിറ്റിയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഈ റേഷ്യോ വരുന്നത്, ലിക്വിഡ് റേഷ്യോ വരുന്നത് എത്രയാണ്? 1.25:1 ആണ്. ഇവിടെ 1.25 റെപ്രസെന്റ് ചെയ്യുന്നത് ലിക്വിഡ് അസറ്റിനെയും 1 റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ട് ലാബിലിറ്റിയെയുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ലിക്വിഡ് അസറ്റ് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ലാബിലിറ്റിയുടെ വാല്യൂ എത്രയാണ്? 1 lakh ആണ്, ഇൻറ്റു ഏത് ഐറ്റം ആണോ നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ ലിക്വിഡ് അസറ്റ് ആണ് കണ്ടെത്തേണ്ടത്. 1.25 ഡിവൈഡഡ് ബൈ ഈ
1 lakh എന്ന് പറയുന്ന കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ ഇതിലെത്രയാണ് 1 ആണ്. ഡിവൈഡ് ബൈ 1 കാണുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,25,000 ആൻസർ കിട്ടും. ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 1,25,000 കിട്ടും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് മൂന്നാമതായിട്ട് കണ്ടെത്തേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. ഓക്കെ, ഇവിടെ കറണ്ട് അസറ്റ് നമ്മൾ കണ്ടെത്തി എത്രയാണ്? 2,50,000 ആണ് കറണ്ട് അസറ്റ് നമ്മൾ കണ്ടെത്തി. ഇതിൽ നിന്നും എന്ത് കുറക്കുന്നു? കറണ്ട് ലാബിലിറ്റി 1 lakh കുറക്കുന്നു. അപ്പം 1,50,000 വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നാലാമതായിട്ട് കണ്ടെത്തേണ്ട ഐറ്റം, ഫോർത്ത് വൺ ഏതാണ്? സ്റ്റോക്കാണ് കണ്ടെത്തേണ്ടത്. സ്റ്റോക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ കറണ്ട് അസറ്റിൽ നിന്നും ലിക്വിഡ് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് കറണ്ട് അസറ്റ് എത്രയാണ്? 2,50,000 ആണ് കറണ്ട് അസറ്റ് വരുന്നത്. ലിക്വിഡ് അസറ്റ് വരുന്നത് 1,25,000 ആണ് ലിക്വിഡ് അസറ്റ്. അങ്ങനെയാവുമ്പം എന്ത് കിട്ടും? സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1,25,000 ആണ് സ്റ്റോക്ക് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കറണ്ട് അസറ്റിൽ നിന്നും ലിക്വിഡ് അസറ്റ് കുറച്ച് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുന്നത്? സ്റ്റോക്ക് കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ചോദിക്കുന്നത്, ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, STR, അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 3,20,000, പർച്ചേസസ് 9,60,000, carriage on purchases 80,000, sales rupees 16 lakh, ക്ലോസിംഗ് സ്റ്റോക്ക് 2,40,000. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 3,20,000 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പർച്ചേസസ് എത്രയാണ്? പർച്ചേസസ് ഈസ് ഈക്വൽ ടു 9,60,000 ആണ്. ദെൻ നെക്സ്റ്റ് കേരേജ് ഓൺ പർച്ചേസ് എത്രയാണ്? കേരേജ് ഓൺ പർച്ചേസ് ഈസ് ഈക്വൽ ടു 80,000 ആണ്. ദെൻ നെക്സ്റ്റ് വൺ സെയിൽസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16 lakhs ആണ്. ദെൻ നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2,40,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്കാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. ഇനി ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, റെഡി അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടല്ലോ, 3,20,000 ആണ്. റെഡി അല്ലേ? ദെൻ നെറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത് പർച്ചേസസിൽ നിന്നും റിട്ടേൺ കുറച്ചാലാണ്. ക്വസ്റ്റ്യനിൽ റിട്ടേൺ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പർച്ചേസ് തന്നെ എടുക്കാം നമുക്ക്. 9,60,000 ആണ്. ഓക്കെ, പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെയുള്ളത് കേരേജ് ഓൺ പർച്ചേസ് ആണ്. ഓക്കെ, അവിടെ വരുന്നത് എത്രയാണ്? 80,000 ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 2,40,000 ആണ്. 3,20,000 പ്ലസ് 9,60,000 പ്ലസ് 80,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13,60,000 എന്ന് കിട്ടും. മൈനസ് 2,40,000. അങ്ങനെ 2,40,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 11,20,000 ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് സ്റ്റോക്ക് ആണ് കണ്ടെത്തേണ്ടത്. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ്
ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 3,20,000 ആണ്, പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 2,40,000 ആണ്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3,20,000ഉം 2,40,000ഉം, അപ്പോൾ 5,60,000 ഡിവൈഡഡ് ബൈ 2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,80,000 ആൻസർ കിട്ടും. ഇനി നമുക്കിവിടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാലോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. എത്രയാണ്? 11,20,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ആവറേജ് സ്റ്റോക്ക് എത്രയാണ്? 2,80,000 ആണ് ആവറേജ് സ്റ്റോക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 11,20,000 ഡിവൈഡഡ് ബൈ 2,80,000 നമുക്ക് വെട്ടിയാൽ എന്ത് കിട്ടും? 4 കിട്ടും. 4 ഇൻറ്റു 2,80,000 ആണ് 11,20,000. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 4 ടൈംസ് എന്ന് കിട്ടും. സാധാരണ ഇനി 23ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ഫ്രം ദി ഫോളോയിങ്. വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ക്രെഡിറ്റേഴ്സ് എത്രയാണെന്നുള്ളത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 lakh ആണ് സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 20,000 ആണ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എത്രയാണ്? ഈസ് ഈക്വൽ ടു 10% ആണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 40,000 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 73 days ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ബിൽസ് പേബിൾ ഈസ് ഈക്വൽ ടു 12,000 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത്രയും ഡാറ്റാസ് ആണ് നമുക്ക് തന്നത്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ, ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ കണ്ടെത്താൻ ആ ഐറ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റേഷ്യോ അതല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഐറ്റത്തിൻ്റെ ആൻസർ കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയുന്ന റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ബിൽസ് പേബിൾ പ്ലസ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ പ്ലസ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു ഏതിലാണ് നമുക്ക് തന്നത്? ഡേയ്സിലാണോ മന്ത്സിലാണോ എന്ന് നോക്കുക. ഡേയ്സിലാകുമ്പോൾ 365 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മന്ത്സിലാണെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ക്വസ്റ്റ്യനിലുണ്ട്, ബിൽസ് പേബിൾ ക്വസ്റ്റ്യനിലുണ്ട്. ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടില്ല, അത് കണ്ടെത്താം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ പർച്ചേസ് കണ്ടെത്താൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കുക. CGS അറിയുമെങ്കിൽ പർച്ചേസ് കണ്ടെത്താലോ. CGS ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പർച്ചേസ് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അത് പോട്ടെ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ CGS ഇല്ല. CGS ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടെത്തണമെങ്കിൽ മറ്റുള്ള ഐറ്റംസ് എല്ലാം അറിയണം. ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലെങ്കിലും നമുക്ക് CGS കണ്ടെത്താം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, CGS കണ്ടെത്താൻ നമുക്ക് വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ സെയിൽസ് ഉണ്ടല്ലോ. എത്രയാണ് സെയിൽസ്? 2 lakh ആണ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് 10% ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 20,000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,80,000 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ CGS കിട്ടിയല്ലോ. ഇനി ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 1,80,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000 പ്ലസ് പർച്ചേസ് ആണ് കണ്ടെത്തേണ്ടത്, അതങ്ങനെ തന്നെ എഴുതുന്നു, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? ഈസ് ഈക്വൽ ടു 40,000 ആണ്. ഇനി ഇതിനെ നമ്മൾ പർച്ചേസിനെ ഒരു സൈഡിലും ദെൻ എമൗണ്ട്സിനെ ഒരു സൈഡിലേക്ക് മാറ്റുന്നു. 1,80,000 പ്ലസ് ഈ
ഇവിടെയുള്ള 40,000 മൈനസ് 40,000 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 40,000 വരും. ഇനി 20,000 സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ എന്ത് വരും? മൈനസ് 20,000 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പർച്ചേസ് എന്ന് കിട്ടും. ഇനി ഇവിടെ 1,80,000 പ്ലസ് 40,000 2,20,000 മൈനസ് എന്ത്? 20,000. അപ്പം പർച്ചേസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 lakh തന്നെ കിട്ടും. 2 lakh എന്ന് ആൻസർ കിട്ടും. ഇനി ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ക്വസ്റ്റ്യനിലുണ്ട് ഈസ് ഈക്വൽ ടു ബിൽസ് പേബിൾ എത്രയാണ്? 12,000 ആണ്. പ്ലസ് ക്രെഡിറ്റേഴ്സ് ആണ് കണ്ടെത്തേണ്ടത്, അത് അവിടെ തന്നെ വെക്കുന്നു. ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ പർച്ചേസസ് എത്രയാണ്? 2 lakh ആണ്. ഇൻറ്റു 365. ഇനി ഇതിനെ മാറ്റി എഴുതുന്നു. 73 days അവിടെ വെക്കുന്നു. ഇൻറ്റു 2 lakhനെ സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? 2 lakh എന്ന് ഇൻറ്റു 2 lakh എന്ന് വരും. ഇനി 365 സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ 365 ആകും. ഓക്കെ. ഇനി ഈ 12,000 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? മൈനസ് 12,000 എന്ന് വരും. റെഡി അല്ലേ? ഈ സീക്വൽ ടു എന്ത് കിട്ടും? ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 365ഉം 73യും വെട്ടിപ്പോവല്ലോ. ഇവിടെ 1 5 5 ഇൻറ്റു 73 എന്താണ്? 365 ആണ്. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 40,000 കിട്ടും. ഓക്കെ. അപ്പോൾ 40,000 ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 40,000 മൈനസ് 12,000 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 28,000 ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് 24ാമത്തെ ചോദ്യം ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ബ്രേക്ക് വൺ പോയിന്റ് ഫ്രം ദി ഫോളോയിങ്. ഫിക്സ്ഡ് കോസ്റ്റ് 6 lakh, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 15. ഓക്കെ. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സ്ഡ് കോസ്റ്റ് 6 lakh ആണ്. 6 lakh ആണ് ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 10 ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 15 ആണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വരുന്നത്. ഇനി നമ്മോട് പറയുന്നത് എന്താണ്? BEP കണ്ടെത്താനാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ. BEP എത്രയാണ്? ഇനി ഇവിടെ BEP കണ്ടെത്താനുള്ള ഇക്വേഷൻ BEP ഈസ് ഈക്വൽ ടു BEP യൂണിറ്റ്സിൽ കാണാനുള്ള ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണെന്ന് ഇക്വേഷൻ. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 15 ആണ്. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 6 lakh ആണ്. ഡിവൈഡഡ് ബൈ 5. ഓക്കെ. ഡിവൈഡ് ബൈ 5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1,20,000 എന്ന് ആൻസർ കിട്ടും. 5 ഇൻറ്റു 1,20,000 കണ്ടു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 6 ലക്ഷമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ 1,20,000 യൂണിറ്റ്സ് ആണ് ബ്രേക്ക് വൺ പോയിന്റ് എന്ന് ആൻസർ കിട്ടും. 25ാമത്തെ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദി ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, റേഷ്യോ അനാലിസിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിഡർ ഓൺലി മോണിറ്ററി വാല്യൂസ്. ഓക്കെ. മോണിറ്ററി വാല്യൂസിന് മാത്രമാണ്, മോണിറ്ററി ടേംസിൽ മാത്രമേ റേഷ്യോ അനാലിസിസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നോൺ മോണിറ്ററി ഐറ്റംസിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നോൺ മോണിറ്ററി ആയിട്ടുള്ള എല്ലാ ഐറ്റംസിനെയും എന്ത് ചെയ്യുന്നു? അത് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ. സപ്പോസ് ഇപ്പം മൊറൈൽ ഓഫ് ദി എംപ്ലോയീസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്നും അതിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നോൺ മോണിറ്ററി റിലേറ്റഡ് ഇൻഫർമേഷൻസ് റേഷ്യോ അനാലിസിസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ മാത്രമാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ.
ഇപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ട് പീപ്പിൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേരിയസ് പീപ്പിളിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വാളിറ്റീസ് റിലേറ്റഡ് മാറ്റേഴ്സ് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്വാണ്ടിറ്റി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിസൺ, റേഷ്യോ അനാലിസിസ് മെയിനായിട്ട് ചെയ്യുന്നത് കമ്പാരിസൺ ആണ്. ഒരു റേഷ്യോ നമ്മൾ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കമ്പയർ വേരിയസ് റേഷ്യോസ്. ഇനി നെക്സ്റ്റ്, വേരിയസ് റേഷ്യോസിൻ്റെ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാ സ്റ്റാൻഡേർഡുകളും, എല്ലാ റേഷ്യോസിൻ്റെയും സ്റ്റാൻഡേർഡുകൾ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിൻഡ്. ശരിക്കും അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ റേഷ്യോയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എന്തല്ല, ബെറ്റർ അല്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, വിൻഡോ ഡ്രസ്സിംഗ് ആണ്. അതായത് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് ദി കറണ്ട് റേഷ്യോസ്. അതായത് കറണ്ട് റേഷ്യോ, സ്ഥാപനത്തിൻ്റെ കറണ്ട് റേഷ്യോ കൂടുതലായിട്ട് കാണിക്കുന്നു. എന്തിനാണ് കാണിക്കുന്നത്, അവിടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം കറണ്ട് റേഷ്യോ കൂടുതൽ കാണിക്കുന്നു. അപ്പോൾ അതെന്താണ്, വിൻഡോ ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഇതും എന്താണ്, റേഷ്യോ അനാലിസിൻ്റെ മറ്റൊരു എന്താണ്, ലിമിറ്റേഷൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. അതായത് റേഷ്യോ അനാലിസിൽ പ്രൈസ് ലെവൽ ചേഞ്ചസിനെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പ്രൈസ് ലെവൽ ചേഞ്ചസ് കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ റേഷ്യോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതും മറ്റൊരു ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. അപ്പോൾ ഇത്രയും ടേംസുകൾ ഓർമ്മിക്കുക. നോൺ മോണിറ്ററി ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ എടുക്കുന്നില്ല. അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എടുക്കുന്നില്ല. മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ഫിക്സിംഗ് എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ആണ്. വിൻഡോ ഡ്രസ്സിങ്, അതേപോലെ തന്നെ കാരണം റേഷ്യോ അനാലിസിൽ പ്രൈസ് ലെവൽ ചേഞ്ചസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വാട്ട് ആർ ദി മേജർ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള മേജർ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഒരു പാർട്ടാണിത്. അതായത് ക്യാഷ് ഫ്ലോ, മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. സ്ഥാപനത്തിലേക്ക് ഇൻഫ്ലോ വരുന്നത് 3 രീതിയിലാവാം. ഒന്നുകിൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ വരുന്നത് 3 രീതിയിലാണ്: ഓപ്പറേറ്റിംഗ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വരുന്നത് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നത്, ഔട്ട്ഫ്ലോ ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, ഇതാണ് 26ാമത്തെ ചോദ്യത്തിൽ വരുന്നത്. 7 കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പം കണ്ടെത്തേണ്ടത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നത് ഏതൊക്കെയാണ്, സെയിൽസ് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്, 1,43,750 ആണ്. സെയിൽസ് റിട്ടേൺ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3,750 ആണെന്ന് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 50,000 ആണ്. കറണ്ട് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു 30,000 ആണ്. ഇത്രയും ഐറ്റംസ് ആണ് തന്നത്. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് വരും, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു എന്താണ്, നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് റിട്ടേൺ ആണ്. സെയിൽസിൽ നിന്നും റിട്ടേൺ കുറച്ചാലാണ് എന്ത് കിട്ടുക, നെറ്റ് സെയിൽസ്. അതായത് 1,43,750 മൈനസ് 3,750 ഈക്വൽ ടു 1,40,000 ആൻസർ കിട്ടും. അടുത്ത കണ്ടെത്തേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് എത്രയാണ് ഇവിടെ, 50,000 ആണ്. 50,000 മൈനസ് 30,000 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 20,000 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് ഈക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാലോ. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 1,40,000 ആണ് ഡിവൈഡഡ് ബൈ 20,000 ആണ്. ഓക്കെ,
അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 7 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ടേൺ ഓവർ റേഷ്യൂസ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 7 ടൈംസ് എന്ന് കിട്ടും. ഇനി അടുത്തത് 28ാമത്തെ ചോദ്യം വരുന്നത് ഫ്രം ദി ഫോളോയിങ് ബാലൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം RC കമ്പനി ലിമിറ്റഡ് ആസ് ഓൺ 31st December 2014 ആൻഡ് 31st December 2015 you are required to prepare schedule of changes in working capital. Liability സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, സർപ്ലസ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, പ്രൊവിഷൻ ഫോർ ടാക്സ്, അതിൽ നോൺ കറണ്ട് ലാബിലിറ്റി ആണ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ്. ദെൻ അസറ്റ് സൈഡിൽ ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മിഷനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഇത്രയും ഐറ്റംസ് ആണ് തന്നത്. ഇനി ഇവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട് കോളം 4 എമൗണ്ട് കോളം വരക്കണം. ഓക്കെ, 4 എമൗണ്ട് കോളമാണ് ഇതിൽ കാണിക്കേണ്ടത്. ഇനി ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ വർഷം ഏതാ? 2014, 2015 ഇത്രയാണ് തന്നത്. ഇനി ഈ കോളത്തിൽ കാണിക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്, ഇവിടെ കാണിക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കോമൺ ആയിട്ട് ഈ ഒരു കാര്യം ഓർമ്മിക്കുക, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി കറണ്ട് ലാബിലിറ്റിയുടെ കേസിൽ അങ്ങനെയല്ല. കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇനി കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ദർ ഈസ് എൻ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു സംഭവമാണിത്. അതായത് കറണ്ട് അസറ്റ് കൂടുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറയുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇനി കറണ്ട് ലാബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത്, കറണ്ട് ലാബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ദർ ഈസ് എൻ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലാബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് എടുത്ത് എഴുതുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റുകൾ ഫസ്റ്റ് തന്നത് ഏതാണ്? സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് തന്നത്. ഒന്നാമത്തെ വർഷത്തെ സ്റ്റോക്ക് എത്രയാണ്? 30,000 ആണ് സ്റ്റോക്ക് വരുന്നത്. രണ്ടാമത്തെ വർഷത്തെ സ്റ്റോക്ക് എത്രയാണ്? 23,400 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് 30,000 നിന്നും 23,400 ആയി. ഇവിടെ കറണ്ട് അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇങ്ങനെ കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കുറയും. അപ്പോൾ ഇവിടെ ഡിക്രീസിൻ്റെ കോളത്തിലാണ് ഈ ഒരു ഡിക്രീസ് എമൗണ്ട് കാണിക്കേണ്ടത്. ഈ ഒരു കുറവ് 6,600 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് കാണിക്കുന്നത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസിലാണ് കാണിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വരുന്നത് ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ ഈസ് ഈക്വൽ ടു 2,000 ആണ് വരുന്നത് ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം വരുന്നത് 3,200 ആണ്. അപ്പോൾ ഇവിടെ 1,200 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ് ചെയ്തത് എവിടെ വരും? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കും. ഓക്കെ, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. ഇനി ബിൽസ് റിസീവബിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ വർഷം എത്രയാണ്? 18,000 ആണ്. രണ്ടാമത്തെ വർഷം 19,000 ആണ്. 18,000ഉം 19,000ഉമാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇൻക്രീസിൻ്റെ കോളത്തിൽ 1000 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 6,600ഉം ദെൻ 15,200ഉം. ഓക്കെ, ഇനി ഇവിടെ
ഇൻക്രീസ് ആയിട്ട് വരുന്ന 8600 എന്ന് പറയുന്ന എമൗണ്ട് എവിടെ വരും? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് കറണ്ട് അസറ്റുകളെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അങ്ങനെ കറണ്ട് അസറ്റുകളെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 32 56,600 കിട്ടും. 23 3200 19 15,200 അപ്പോൾ 60,800 ടോട്ടൽ കിട്ടും. ഓക്കെ, ഇനി കറണ്ട് ലാബിലിറ്റീസ് ആണ് അടുത്തത് എടുക്കേണ്ടത്. അടുത്ത വരേണ്ടത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ കറണ്ട് ലാബിലിറ്റീസ് വരുന്നത് ഒന്നാമത്തത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? ഒന്നാമത്തെ വർഷം 8,000ഉം രണ്ടാമത്തെ വർഷം 5,400ഉമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റേഴ്സ് ഒന്നാമത്തെ വർഷത്തിൽ നിന്നും രണ്ടാമത്തെ വർഷത്തിലേക്ക് കുറയുകയാണ് ചെയ്തത്. അതായത് കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പോസിറ്റ് ആണ്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 8,000 നിന്ന് 5,400 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 8,000 നിന്നും 5,400 നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,600 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. ബിൽസ് പേബിൾ ആണ് അടുത്ത് വരുന്നത്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ബിൽസ് പേബിൾ ആണ്. 1,200ഉം ഇവിടെ വരുന്നത് 800ഉമാണ്. ഇവിടെയും ഡിക്രീസ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏതിൻ്റെ കോളത്തിൽ വരും? ഇൻക്രീസിൻ്റെ കോളത്തിൽ 400 വരും. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സ് നോൺ കറണ്ട് ലാബിലിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്, അത് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് ആണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് എത്രയാണ്? ഇവിടെ വരുന്നത് 400 ആണ് ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം 600 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആണ് ചെയ്തത്. കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. എത്ര? 200 രൂപ ഡിക്രീസ് ചെയ്യും. കറണ്ട് ലാബിലിറ്റീസിനെ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 9,200ഉം 9,600 കിട്ടും. ഇനി ഇവിടെ 5,400 6,800 കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് ഇവിടെ എത്രയാണ്? 56,600 ആണ്. അതിൽ നിന്നും 9,600 നമ്മൾ ലെസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് എത്ര കിട്ടും? 47,000 കിട്ടും. ഇനി ഇവിടെ വരേണ്ടത് 60,800 നിന്നും എത്ര കുറക്കണം? 6,800 നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54,000 നമുക്ക് ആൻസർ കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 47,000 നിന്നും എത്രയായി? 54,000 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണിക്കേണ്ടത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ടോട്ടൽ ഇറക്കിയിടുന്നു 54,000. ഇവിടെയും 54,000 എഴുതുന്നു. ഇനി ഇതിൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഡീവിയേഷൻ 54 നിന്നും 7,000 കുറക്കുന്നു. അപ്പോൾ നമുക്ക് 7,000 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കിട്ടും. ഇനി ഇവിടെയും ഇതേപോലെ തന്നെ ഈ കോളംസ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1,200 1000 8,600 2,600 400 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13,800 കിട്ടും. ഇനി ഇവിടെയും 13,800 തന്നെ വരും. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ 7,000 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന 7,000 ഇവിടെ എഴുതുന്നു. എന്നിട്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 6,600 200 6,800 ദെൻ പ്ലസ് 7,000 എന്ത് കിട്ടും? 13,800 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.